ഹായ് ഫ്രണ്ട്സ്, നിസ്ത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫിനിക്സ് പേപ്പറിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള കുറച്ച് ചതുരങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഈ ഫ്ലവറിനൊരു 12ഓളം ഇതളുകൾ നമുക്ക് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 12 ചതുരങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ 3-4 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ബാക്കിയുള്ള ഇതളുകളെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പം 3-4 ചതുരങ്ങൾ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യണം പറഞ്ഞില്ലേ. അപ്പം അത് എന്തിനാന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലുള്ള ഒരേ വലുപ്പത്തിലുള്ള ഇതളുകൾ കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യണത്. മാത്രമല്ല ഒരുപാട് സമയം ലാഭമാണ്. മറ്റേത് ഓരോന്നായി നമ്മൾ കട്ട് ചെയ്യുമ്പം ഇത് ഒരുപാട് ടൈം എടുക്കും. അത് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പം ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഇതളെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഒരു ഞൊറി പോലെ അതിൻ്റെ അറ്റം വരാനാണ്. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അറ്റം ഒരു ഞൊറി പോലെ ആയിരിക്കും വരിക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതാകുമ്പോൾ നമുക്കൊരു കുഴിഞ്ഞ ഷേപ്പിലുള്ള ഇതള് കിട്ടും. ഇങ്ങനെ തന്നെ എല്ലാ ഇതളുകളും നമ്മൾ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ കുറച്ച് വേസ്റ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് 8 സെൻറ്റിമീറ്റർ നീളം, അതുപോലെ 5 സെൻറ്റിമീറ്റർ വീതി, ഞാനിവിടെ 4 സെൻറ്റിമീറ്ററാണ് എടുത്തത്. 5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് വലിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വേസ്റ്റ് പേപ്പർ നന്നായിട്ട് ഒരു ബോളാക്കിയിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഏറ്റക്കുത്തിനെയൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കാം, നല്ല ഫിനിഷിങ്ങിൽ തന്നെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ട് നന്നായിട്ട് അത് കെട്ടി കൊടുക്കുകയാണ്. ഇനി കമ്പി വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ടൈറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ആയിട്ട് കെട്ടി കൊടുക്കുക. ഇനി ഓരോ ഇതളുകളും നമ്മൾ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഇതൾ വെക്കുക, അത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കുക. അതിന് ശേഷം നൂലെടുത്തിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നൂലെടുത്ത് കെട്ടി കൊടുക്കണം. ഇനി അടുത്ത ഇതൾ വെക്കുകയാണ്. രണ്ടാമത്തെ ഇതൾ വെക്കുമ്പം ആദ്യത്തെ ഇതളിൻ്റെ പകുതി ഭാഗത്തുനിന്ന് വെച്ച് തുടങ്ങുക. ഇങ്ങനെ ഓരോരോ ഇതളുകളും വെക്കുകയാണ്. ഇതളുകൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാലും അവസാനം എല്ലാ ഇതളുകളും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയും കൂടെ വേണം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുക്കുക. 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ് അളവ്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഫ്ലവറിന്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഓരോ ഭാഗവും ഇതുപോലെ നമ്മൾ പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഫെവിക്കോൾ ആക്കിയാൽ അതവിടെ നന്നായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ബാക്കിൽ വെക്കുകയാണ്. അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നൂലൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. ഇവിടെ ഞാൻ വെള്ള കളറിലുള്ള നൂലെടുത്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഓറഞ്ച് കളറിലുള്ള നൂല് തന്നെ നമ്മൾ ചൂസ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ കാണൂല. ഇതിന് താഴെ നമ്മളിത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് ചുറ്റി കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഫ്ലവറിൻ്റെ കാര്യം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി കൂടുതൽ ഇതൾ വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 8 സെൻറ്റിമീറ്റർ നീളത്തിലും 8 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് പേപ്പർ എടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ പകുതി മടക്കിയിട്ട് ജസ്റ്റ് അതിൽ നിന്നൊരു ലീഫ് കട്ട് ചെയ്തെടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീഫ് തന്നെ കട്ട് ചെയ്തെടുക്കുക.
അതിന് ശേഷം ഇതിന് ജസ്റ്റ് രണ്ടായിട്ട് പകുതി കട്ട് ചെയ്തെടുക്കുക. അപ്പം കട്ട് ചെയ്തെടുക്കണ എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ നടുക്ക് നമുക്ക് ഒരു കമ്പി വെച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. അറ്റത്ത് ഫെവിക്കോളാണ് സാധാരണ എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ നമ്മൾ കമ്പി വെക്കുകയാണ്. ഓരോ ഇതളിനും അല്ല, ഓരോ ലീഫിനും ഓരോ വലുപ്പമാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറിന് ഏത് വലുപ്പമാണ് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവല്ലോ, അതിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഈ ഫ്ലവറിന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ലീഫാണ് 8 സെന്റിമീറ്റർ എന്നുള്ളത്. അപ്പം നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ വേറെ ലീഫ് വേണമെങ്കിൽ വേറെ ലീഫും ചെയ്യാം. ഇത് ഓരോ വീഡിയോസിലും ഓരോ ലീഫ് കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഇപ്പം ലീഫ് നമ്മുടെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മൊട്ട് പോലെ ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകൾ തന്നെ എടുക്കുക. അപ്പോൾ ഇതളെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക അറ്റം. പിന്നെ അടുത്ത ഇതളും വെക്കുക. അങ്ങനെ 2 or 3 ഇതൾ വെച്ചാൽ മതിയാവും. കാരണം കൂടുതൽ ഇതൾ വെക്കുന്തോറും നമ്മളെ ഫ്ലവറിന്റെ വലിപ്പം കൂടി വരുമല്ലോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊരു മൊട്ട് പോലെയുള്ള സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഈർക്കിളിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്യാണ്. അപ്പം ഈർക്കിളിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പശ വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ നൂലെടുത്തിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക. ഇതവിടെ നിന്ന് താഴെ പോരരുത്. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണം. ഇനി ഈ ഒരു ഈർക്കിളിലാണ് നമ്മൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ ഫ്ലവറിന്റെ താഴെ വെച്ച പോലെ ഇതിന്റെ താഴെയും നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. ഒരു 3 or 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഒരു എന്താ പറയുക ഈർക്കിളിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഏറ്റവും ചെറിയ ഫ്ലവർ വെക്കുക, അതിനുശേഷം അതിന്റെ വലിയ ഫ്ലവർ വെക്കുക, അതിനുശേഷം അതിന്റെ വലിയ ഫ്ലവർ, അങ്ങനെ ഏറ്റവും വലിയ ഫ്ലവർ താഴെ വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിന് കൂടെ തന്നെ നമ്മൾ ലീഫും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അധികം ഫോൾഡിങ്സോ അല്ലെങ്കിൽ കട്ടിങ്സിലുള്ള പ്രശ്നങ്ങളോ അതൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇതിന് മുന്നൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫ്ലവർ മേക്കിങ്ങിൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്